കാനഡയിൽ പോകുന്നതെങ്കിൽ അവർ ആദ്യം മനസ്സിലാക്കേണ്ടത് പിആറിനെ പറ്റിയാണ്. പെർമനന്റ് റെസിഡൻസിയാണ്. കാനഡയിലേക്ക് പഠിക്കാൻ പോകുന്ന എല്ലാവർക്കും പിആർ കിട്ടുന്നില്ലെന്നാണ് കാനഡ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഒരു കണക്ക് പറയുന്നത്. അത് പ്രകാരം ഏകദേശം 35% സ്റ്റുഡൻസിന് മാത്രമേ പിആർ ലീഡ് ചെയ്യുന്നുള്ളൂ എന്നാൽ പിആറിലേക്ക് ലീഡ് ചെയ്യുന്നുള്ളൂ എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അതുകൊണ്ട് ഇനിയും പോകുന്ന ആളുകളെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്റ്റഡി വിസയിലൂടെ പോകുന്ന ഒരാളാണെങ്കിൽ പിആർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കാനഡയിലേക്ക് പോവുക, കോഴ്സുകൾ എടുക്കുക. അതെടുത്ത് മാത്രമേ കാനഡയിൽ പോയിട്ട് കാര്യം. ഈ +2 ജസ്റ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പോകുന്നവർക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പെർമനന്റ് റെസിഡൻസി കിട്ടില്ല. 2024 തൊട്ടാണ് റെസ്ട്രിക്ഷൻസ് വരുന്നത്. ഈ പിആറിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഇല്ല. നിലവിൽ ഇന്ത്യയിൽ നിന്ന് പിആർ അപ്ലൈ ചെയ്യുന്നവർക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഒരു നയമാറ്റം ഉണ്ടായിട്ടുണ്ട്. 2 തരത്തിലുള്ളവർക്കാണ് ഇനി ഇന്ത്യയിൽ നിന്ന് പിആർ. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പിആർ കിട്ടുന്നതും ഈ സ്റ്റുഡന്റ് പ്രോഗ്രാമും രണ്ടും രണ്ടാണ്. ഓക്കെ, ഇപ്പൊ സ്റ്റഡി വിസ എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ബേസ്ഡ് ഇമിഗ്രേഷൻ. 20-22 ലക്ഷം മുടക്കി പഠിക്കാൻ പോയ ശേഷം അവിടെ എക്സ്പീരിയൻസ് കണ്ടെത്തി ശേഷം കിട്ടുന്ന പിആർ എന്ന് പറയും. അപ്പൊ ഏകദേശം ഒരു സ്റ്റുഡന്റ് ആയി പോകുന്ന ഒരു ഡിഗ്രിക്കാരനാണെങ്കിലും PG കാരനാണെങ്കിലും ഒരു സ്റ്റഡി വിസയിലൂടെ പോകുന്ന ഒരാള് 2 കൊല്ലം പഠിക്കുക, സ്റ്റേ ബാക്ക് ഗെയിൻ ചെയ്യുക, ആ സമയത്ത് ജോലി കണ്ടെത്തുക, തുടർന്ന് പിആറിന് അപ്ലൈ ചെയ്യുക. അവർക്ക് വീണ്ടും ഇപ്പം സ്റ്റഡിക്ക് പോകുന്ന ഒരാൾ അക്കാഡമിക് IELTS കൊണ്ടായിരിക്കും പോകും. അവിടെ എത്തിയ ശേഷം നിലവിലെ നിയമപ്രകാരം ജനറൽ IELTS എക്സാം എഴുതണം, അല്ലെങ്കിൽ ജനറൽ PT എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി. അപ്പം ഒരു സ്റ്റഡി വിസയിൽ പോകുന്ന ഒരാൾ 2 വർഷം പഠിച്ച് പിആറിന് സബ്മിറ്റ് ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്ത് കിട്ടി COPR വരുന്നത് ഏകദേശം ഒരു 4-5 വർഷം എടുക്കും മൊത്തത്തിൽ. ആദ്യമേ പറഞ്ഞു, എക്സ്പ്രസ് എൻട്രി എന്ന് പറയുന്നത് ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ്, ഒരു പോർട്ടലാണ്. അത് ഇന്ത്യക്കാരുണ്ടാവും, ആഫ്രിക്കൻസ് ഉണ്ടാവും, ഫിലിപ്പീൻസ് ഉണ്ടാവും, പാകിസ്ഥാനി ഉണ്ടാവും, എല്ലാ രാജ്യക്കാരും ആ പോർട്ടലിലുണ്ടാവും. അതിൽ നിന്നാണ് സെലക്ഷൻ. ഏകദേശം എത്ര രൂപ? $20,000 മുതൽ $60,000 വരെ ചാർജ് ചെയ്യുന്ന എംപ്ലോയേഴ്സ് കാനഡയിലുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കനേഡിയൻ പിആറിനും സെറ്റിൽമെന്റിനും സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൺസൾട്ടൻസിയാണ് ആംസർ ഗ്രൂപ്പ്. അതിന്റെ ജനറൽ മാനേജറായ അജു കെ മാത്യു സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കനേഡിയൻ പിആറിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ സാർ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് സ്റ്റുഡൻസിന്റെയും ആശങ്കകളും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഒരു അത്യാവശ്യം അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. എന്തായാലും ഈ സ്റ്റഡി വിസ അല്ലെങ്കിൽ കാനഡയിലേക്ക് പോകുക എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ മൈൻഡിൽ വരേണ്ട ഏറ്റവും അത്യാവശ്യമായ കാര്യം പിആർ, പെർമനന്റ് റെസിഡൻസിയാണ്. അതായത് അവിടെ കൂടുതൽ കാലം ജീവിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾ ആ ലക്ഷ്യമായിട്ടാണ് കാനഡയിൽ പോകുന്നതെങ്കിൽ അവർ ആദ്യം മനസ്സിലാക്കേണ്ടത് പിആറിനെ പറ്റിയാണ്. പിആറിന് എലിജിബിൾ അല്ലാത്ത ഒരാൾ കാനഡയിൽ പോയി വർക്ക് പെർമിറ്റോ സ്റ്റുഡന്റ് വിസയോ ഒക്കെ ലക്ഷ്യപ്പെട്ട് അവിടെ പോയിട്ട് വലിയ കാര്യമില്ല. പിആർ കിട്ടിയ എല്ലാം നേടിയതല്ല. പിആർ എന്ന് പറയുന്നത് അവരുടെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റായി, ഒരു സെറ്റിൽമെന്റിന്റെ ഒരു ടേണിംഗ് പോയിന്റായി. പിന്നീട് ഒരു ജോലി കണ്ടെത്തി ഫാമിലിയായി അവിടെ ജീവിക്കാൻ സാധിക്കും. പെർമനന്റ് റെസിഡൻസി എന്ന് പറയുന്നത് അവർ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അവിടുത്തെ സിറ്റിസണിന് കിട്ടുന്നതായിട്ടുള്ള റൈറ്റ് ടു വോട്ട്, ഗവൺമെന്റ് ചില ജോലികൾ ഒഴിച്ച് ബാക്കി ഗവൺമെന്റ് നൽകുന്ന എല്ലാ ആനുകൂല്യത്തോടുകൂടെ ജീവിക്കുന്ന ഇൻവൈറ്റഡ് ഇമിഗ്രൻസിനെയാണ് പിആർ ഹോൾഡേഴ്സ് എന്ന് പറയുക. അപ്പോൾ നമ്മളിപ്പം സ്റ്റുഡൻസ് പോയിട്ട് പിആർ എടുക്കാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്. അപ്പൊ എല്ലാ സ്റ്റുഡൻസിനും ഈ പിആർ കിട്ടും? അതൊരു വലിയ ചോദ്യമാണ്. അത് എനിക്ക് പറയുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ പറയാറുണ്ട്. ഈ കാനഡയിലേക്ക് പഠിക്കാൻ പോകുന്ന എല്ലാവർക്കും പിആർ കിട്ടുന്നില്ലെന്നാണ് കാനഡ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഒരു കണക്ക് പറയുന്നത്. അത് പ്രകാരം ഏകദേശം 35% സ്റ്റുഡൻസിന് മാത്രമേ പിആർ ലീഡ് ചെയ്യുന്നുള്ളൂ എന്നാൽ പിആറിലേക്ക് ലീഡ് ചെയ്യുന്നുള്ളൂ എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അതുകൊണ്ട് ഇനിയും പോകുന്ന ആളുകളെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്റ്റഡി വിസയിലൂടെ പോകുന്ന ഒരാളാണെങ്കിൽ പിആർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കാനഡയിലേക്ക് പോവുക, കോഴ്സുകൾ എടുക്കുക. അതെടുത്ത് മാത്രമേ കാനഡയിൽ പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇപ്പൊ പിആറും എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടോ ഗവൺമെന്റ്? നിലവിലില്ല. കാരണം പിആർ ആണ് ആക്ച്വലി പിആർ ഹോൾഡേഴ്സിനെയാണ് അവർക്ക് വേണ്ടത്. പിആർ എന്ന് പറയുന്നത് ഒരു സിമ്പിളായ സംഭവമല്ല. ഒരു വ്യക്തിയുടെ പ്രൊഫഷണൽ ലൈഫ് എന്താണെന്ന് ഗവൺമെന്റിന് പ്രൂവ് ചെയ്ത്, അയാളുടെ ലാംഗ്വേജ് സ്കിൽ അവിടെ പ്രൂവ് ചെയ്ത്, അയാളുടെ എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്ത്, എഡ്യൂക്കേഷൻ പ്രൂവ് ചെയ്ത്, ഇനി ഫാമിലി മെൻ ആണെങ്കിൽ ഫാമിലി വുമൻ ആണെങ്കിൽ അവരുടെ സ്പൗസിന്റെ ഡീറ്റെയിൽ ഫിൽ ചെയ്ത്, കുട്ടികളുടെ ഇൻഫർമേഷൻ എല്ലാം ഗവൺമെന്റിന് കൊടുത്ത് ഗവൺമെന്റിന് ഒരു അസസ്മെന്റ് എടുത്ത ശേഷം നൽകുന്ന ഒരു അവാർഡാണ് പിആർ. അപ്പൊ അതുകൊണ്ട് തന്നെ പിആർ എന്ന് അങ്ങനെ ഈ ക്വാളിറ്റി ഉള്ളവർക്ക് മാത്രമേ അവർ പിആർ കൊടുക്കുള്ളൂ. ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രത്തോളം അസസ്മെന്റ് ഉണ്ട്, അത്രത്തോളം കൃത്യമായ ഒരു നയത്തിലൂടെ അവർ കടന്നു പോയിട്ടാണ് അവർക്ക് പിആർ കിട്ടുന്നത്. ഇന്ന് പിആർ ആയി കാനഡയിലുള്ളവരാരും അത്ര സിമ്പിളായി നേടിയെടുത്തവരല്ല.
അവർ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് ഈ പറയുന്ന എല്ലാ പ്രോട്ടോകോളിലും ഗവൺമെന്റിന്റെ പ്രൊസീജിയറിൽ പങ്കെടുത്താണ് അവർ പെർമനന്റ് റെസിഡൻസ് എന്ന സ്റ്റാറ്റസിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ ആഫ്റ്റർ സ്റ്റഡീസ് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ സ്റ്റേ ബാക്കിനൊക്കെ കുറെ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് എങ്ങനെയായിരിക്കും PR എടുക്കാൻ പറ്റുക? ഈ +2 ജസ്റ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പോകുന്നവർക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഷുവർ അവർക്ക് പെർമനന്റ് റെസിഡൻസി കിട്ടില്ല, തിരിച്ചു വരാം. അവർക്ക് അവിടെ ജോലി കിട്ടിയാൽ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. +2 കഴിഞ്ഞു, ഒരു കോഴ്സ് എടുത്തു, അവരുടെ ജോലി കിട്ടുന്നു, അവർക്ക് അവിടെ മൂവ് ചെയ്യാൻ പറ്റും, PR-ലോട്ട് ലീഡ് ചെയ്യാൻ പറ്റും. അവർക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും അവർ ഞാൻ പറഞ്ഞ പോലെ തിരിച്ചു വരും. 2024 തൊട്ടാണ് റെസ്ട്രിക്ഷൻസ് വരുന്നത്. ഈ PR-ൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഇല്ല. നിലവിൽ ഇന്ത്യയിൽ നിന്ന് PR അപ്ലൈ ചെയ്യുന്നവർക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഒരു നയമാറ്റം ഉണ്ടായിട്ടുണ്ട്. 2 തരത്തിലുള്ളവർക്കാണ് ഇനി ഇന്ത്യയിൽ നിന്ന് PR കിട്ടുക. അപ്പൊ ഇന്ത്യയിൽ നിന്ന് PR കിട്ടുന്നതും ഈ സ്റ്റുഡന്റ് പ്രോഗ്രാമും രണ്ടും രണ്ടാണ്. ഓക്കെ, ഇപ്പൊ സ്റ്റഡി വിസ എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ബേസ്ഡ് ഇമിഗ്രേഷൻ ആണ്. അതായത് ഒരു 20-22 ലക്ഷം മുടക്കി പഠിക്കാൻ പോയ ശേഷം അവിടെ എക്സ്പീരിയൻസ് കണ്ടെത്തി ശേഷം കിട്ടുന്ന PR എന്ന് പറയാം. അപ്പൊ ഏകദേശം ഒരു സ്റ്റുഡന്റ് ആയി പോകുന്ന ഒരു ഡിഗ്രിക്കാരനാണെങ്കിലും PG-കാരനാണെങ്കിലും ഒരു സ്റ്റഡി വിസയിലൂടെ പോകുന്ന ഒരാള് 2 കൊല്ലം പഠിക്കുക, സ്റ്റേ ബാക്ക് ഗെയിൻ ചെയ്യുക, ആ സമയത്ത് ജോലി കണ്ടെത്തുക, തുടർന്ന് PR-ന് അപ്ലൈ ചെയ്യുക. അവർക്ക് വീണ്ടും ഇപ്പം സ്റ്റഡിക്ക് പോകുന്ന ഒരാൾ അക്കാഡമിക് IELTS കൊണ്ടായിരിക്കും പോകുന്നത്. അവിടെ എത്തിയ ശേഷം നിലവിലെ നിയമപ്രകാരം ജനറൽ IELTS എക്സാം എഴുതണം, അല്ലെങ്കിൽ ജനറൽ PT എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഈ പറയുന്ന എക്സാം പ്രിപ്പറേഷൻ മാത്രമല്ല, അവർ ഡോക്യുമെന്റേഷൻ നടത്തി പിന്നീട് PR-ന് അപ്ലൈ ചെയ്യണം. അപ്പം ഒരു സ്റ്റഡി വിസയിൽ പോകുന്ന ഒരാൾ 2 വർഷം പഠിച്ച് PR-ന് സബ്മിറ്റ് ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്ത് കിട്ടി COPR വരുന്നത് ഏകദേശം ഒരു 4-5 വർഷം എടുക്കും മൊത്തത്തിൽ. അപ്പൊ അതിനാണ് അവർ സ്റ്റേ ബാക്ക് ടൈം ഈ 3 ഇയർ കൊടുക്കുന്നത് 2 വർഷം പഠിക്കുന്നവർക്ക്. പക്ഷെ നേരിട്ടുള്ള PR എന്ന് പറയുന്നത് ഒരിക്കലും ഫൈനാൻഷ്യൽ ബേസ്ഡ് ഇമിഗ്രേഷൻ അല്ല. അതെന്ന് പറയുന്നത് സ്കിൽഡ് ബേസ്ഡ് ഇമിഗ്രേഷൻ ആണ്. അവരെ നമുക്ക് ഇൻവൈറ്റഡ് ഇമിഗ്രന്റ് എന്ന് വിളിക്കും. നിങ്ങൾ ഈ IELTS എക്സാം അല്ലെങ്കിൽ PT എക്സാം പ്രിപ്പയർ ചെയ്ത് നല്ലൊരു സ്കോർ, എല്ലാവർക്കും സ്കോർ എന്ന് ഉദ്ദേശിക്കുന്നത് 6.5-7 ആ റേഞ്ചിൽ സ്കോർ ചെയ്യുന്ന രീതിയിൽ ചിലർക്ക് അത്യാവശ്യമാണ്. ചില കാറ്റഗറിയിൽ പെടുന്നവർക്ക് 7-8 എന്നൊരു സ്കോർ മസ്റ്റ് ആയിട്ടും വേണം. അത് ഇന്ന കാറ്റഗറി ഞാൻ എടുത്തു പറയുന്നില്ല, അത് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഏത് കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ സ്കോർ വേണ്ടത്. അപ്പം ഈ പറയുന്ന IELTS എക്സാമിന് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് സ്കോർ നേടി എടുക്കണം. അതോടൊപ്പം തന്നെ അവരുടെ ഏജ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് <35 ആണ്. ഇന്ത്യയിൽ നിന്ന് PR അല്ലെങ്കിൽ കാനഡയ്ക്ക് പുറത്തുനിന്ന് PR അപ്ലൈ ചെയ്തു. കാനഡ പുറത്ത് ഇന്ത്യയിൽ നിന്നും അല്ല എവിടുന്നും. ഇപ്പൊ US നിന്ന് PR എടുത്ത് പോകുന്നവരുണ്ട്. അവർക്ക് സ്പെഷ്യൽ കോട്ടകളൊന്നുമില്ല. അവർ PR എടുക്കുന്നത് സെയിം പാത്വേ തന്നെയാണ്. ഇനിയിപ്പോൾ ഓസ്ട്രേലിയയിൽ നിൽക്കുന്ന ഒരാൾ PR അപ്ലൈ ചെയ്യുന്നതും സെയിം പാത്വേ തന്നെയാണ്. അപ്പം ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലുള്ളവരും സെയിം പാത്വേയിലൂടെയാണ് അവർ. ഇപ്പൊ ധാരാളം നേഴ്സസ് UK-യിൽ നിന്ന് കാനഡ PR അപ്ലൈ ചെയ്യുന്നത്. അവരും പാത്വേ എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ അവർക്ക് ഈ പറയുന്ന ഏജ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ്. ഇനി സ്പൗസ് ഫാമിലി ഉണ്ടെങ്കിൽ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്, ചില ഡിസഡ്വാൻറ്റേജും ഉണ്ട്. എങ്കിലും ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പ്രൂവ് ചെയ്ത് അതിൻ്റെ ഒരു ഈ പറയുന്ന സബ്മിഷൻ ഉണ്ട്. അതിന് ഗവൺമെന്റ് ഓൺലൈൻ പോർട്ടലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേര് എക്സ്പ്രസ് എൻട്രി എന്നാണ്. ഈ എക്സ്പ്രസ് എൻട്രി പോർട്ടലിലൂടെയാണ് ഇവർ അവരുടെ ഫയൽ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നവരെ 2 തരത്തിലാണ് വിളിക്കാൻ സാധ്യത ഇനി മുതൽ അങ്ങോട്ട്, അല്ലെങ്കിൽ ഓൾറെഡി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കാറ്റഗറി ബേസ്ഡ്. അവർ ഉദാഹരണം പറഞ്ഞാൽ ഒരു കാറ്റഗറി ഇപ്പം BC പ്രോവിൻസിലേക്ക് ഒരു കാറ്റഗറിയാണ് ഉദാഹരണം IT പ്രൊഫഷണൽസ്. ഇനിയും ഫെഡറൽ ഗവൺമെന്റ് വിളിക്കുന്നു IT സെലക്റ്റീവ് ആയിട്ടുള്ള ചില കാറ്റഗറി മാത്രം അവർ ധാരാളമായിട്ട് വിളിക്കും. അതേപോലെ തന്നെ പ്രൊവിൻഷ്യൽ നോമിനേഷൻ, പ്രോവിൻസുകളും ഈ പറയുന്ന എക്സ്പ്രസ് എൻട്രിയിൽ പൂളിൽ ഇന്നായിരിക്കുന്നവരെ അവർ ചൂസ് ചെയ്യുന്നുണ്ട്. അതിന് പ്രൊവിൻഷ്യൽ നോമിനേഷൻ എന്ന് പറയാം. അപ്പം ഇത്തരത്തിൽ ഗവൺമെന്റിന്റെ കൃത്യമായ ഡിസൈനിങ് ഉണ്ട്. ആ ഡിസൈനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇമിഗ്രേഷൻ ഈ പ്രോസസ്സ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുവഴിയാണ് അവർ വിളിക്കുന്നത്. കാനഡയിൽ പഠിച്ചു എന്നതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർക്ക് CEC കാറ്റഗറി കുറച്ച് പോയിന്റ് കൂടുതൽ കിട്ടും, എക്സ്ട്രാ കിട്ടും. നോർമൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കാനഡയ്ക്ക് പുറത്തുള്ളവരെക്കാട്ടിൽ ഫോറിൻ എക്സ്പീരിയൻസ് ഉള്ളവരെക്കാൾ കൂടുതൽ പോയിന്റ് അവർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. അത് അവരുടെ അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇവിടുത്തെ സ്കില്ലായിട്ടുള്ള ആളുകൾക്ക് ഈ ധാരാളം ഓപ്പർച്യൂണിറ്റി ഈ പറഞ്ഞ കാറ്റഗറി ബേസിലൂടെയും പ്രൊവിൻഷ്യൽ നോമിനേഷനിലൂടെയും ഉണ്ട്. ഈ കാറ്റഗറി ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് മാത്രമായിരിക്കത്തില്ലല്ലോ വിളിക്കുന്നത്. ഇന്ത്യയിൽ മാത്രം. അതെങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻസ് ത്രൂ ആണോ? ആദ്യമേ പറഞ്ഞു, എക്സ്പ്രസ് എൻട്രി എന്ന് പറയുന്നത് ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ്, ഒരു പോർട്ടലാണ്. അത് ഇന്ത്യക്കാരുണ്ടാവും, ആഫ്രിക്കൻസ് ഉണ്ടാവും, ഫിലിപ്പീൻസ് ഉണ്ടാവും, പാകിസ്ഥാനി ഉണ്ടാവും, എല്ലാ രാജ്യക്കാരും ആ പോർട്ടലിലുണ്ടാവും. അതിൽ നിന്നാണ് സെലക്ഷൻ വരിക.
ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ സീഷ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം February 9, 2024 ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്ന കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞാൽ അപ്പൊ കുറച്ചുകൂടെ ഐഡിയ കിട്ടും. 6 February 2024 ഗവൺമെന്റ് ഓഫ് കാനഡ എക്സ്പ്രസ് എൻട്രി ഹ്യൂമൻ ക്യാപിറ്റൽ പ്രയോറിറ്റി സ്ട്രീം ഹെൽത്ത് കെയർ ഓക്കുപേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. ഇതൊരു പ്രയോറിറ്റി സ്ട്രീം എന്നൊരു പ്രൊവിൻഷ്യൽ നോമിനേഷൻ ആണ്. ഒൻറ്റാരിയോ പ്രോവിൻസ് ആണ് ഇത് ഓർഗനൈസ് ചെയ്തത്. ഇതുവഴി ഏകദേശം 2068 ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ കാനഡ നോമിനേറ്റ് ചെയ്തു ഇൻ ഡിഫറെന്റ് കാറ്റഗറീസ്. അതിനകത്ത് ധാരാളം പ്രൊഫഷണൽസ് ഉണ്ട്. ഡെന്റിസ്റ്റ്, ഇപ്പോൾ ഫാർമസിസ്റ്റ്, നഴ്സസ്, MBBS ഡോക്ടേഴ്സ്. ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഇവരെയൊക്കെ അവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ എക്സ്പ്രസ് എൻട്രി പൂളിൽ നിന്നാണ്. അവർ ഈ പ്രൊവിൻഷ്യൽ നോമിനേഷൻ തയ്യാറായ ആളുകൾ അതിന് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്ത് വെയിറ്റ് ചെയ്തവരെ അവർ സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി അവർക്ക് കാനഡയിലേക്ക് പോകാനുള്ള പ്രോസസ്സുകളാണ്. ഈ ഒരു പ്രോഗ്രാം വഴി ഏകദേശം 100+ ഇന്ത്യൻ ഫാമിലീസിനെയാണ് ആംസ്റ്റർലൂടെ വിളിച്ചിരിക്കുന്നത് ഈ റീസെന്റ് ഡേറ്റ്. അപ്പം ഇത് ഓരോരുത്തരും ഓരോ കാറ്റഗറി ബേസ് ആണല്ലോ വിളിക്കുന്നത്. അപ്പൊ ഈ കാറ്റഗറിയിൽ നമുക്ക് എത്ര പേരാണ് അവർക്ക് വേണ്ടെന്നുണ്ടാവും? ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ടോട്ടൽ നമ്പറാണ് നമ്മൾ 2068 പേരെ വിളിച്ചു. അതിൽ സ്പ്ലിറ്റപ്പ് ആണ്. നഴ്സസ് ഉണ്ടാവും. നമുക്ക് വന്നിരിക്കുന്നത് 100+ ഉണ്ട്. അതിൽ ഡോക്ടേഴ്സിനെ വിളിച്ചിട്ടുണ്ട്, ഡെന്റിസ്റ്റുകളുണ്ട്, നഴ്സസ് ഉണ്ട്, പിന്നെ ഹെൽത്ത് കെയർ മാനേജേഴ്സ് ഉണ്ട്, MSW കെയർ ഉണ്ട്. കുറെ കാറ്റഗറി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത് ടോട്ടൽ വേൾഡ് വൈഡ് ആണ് വിളിച്ചിരിക്കുന്നത്. ഇത് മലയാളി മാത്രമല്ല, ഇത് അവിടെ പഠിച്ചവരുണ്ട്, പുറത്തുനിന്ന് അപ്ലൈ, നമ്മൾ കൂടുതലും ഇവിടെ നിന്ന് അപ്ലൈ ചെയ്തവരാണ്. മലയാളികളാണ് നമ്മുടെ കൂടുതൽ ക്ലയൻസും. അപ്പൊ നമുക്ക് UAE ദുബായിൽ അബുദാബിയും ബ്രാഞ്ച് ഉണ്ട്. നോർത്ത് ഇന്ത്യൻസും നമ്മുടെ ക്ലയൻസ് ഉണ്ട്, ഫിലിപ്പീൻസ് നമ്മുടെ ക്ലയൻസ് ഉണ്ട്. പക്ഷെ ഈ പറയുന്ന ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് കൂടുതലും മലയാളികൾ തന്നെയാണ് വിളിച്ചത്. അതോടൊപ്പം അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞാൽ എക്സ്പ്രസ് എൻട്രി ഹ്യൂമൻ ക്യാപിറ്റൽ പ്രയോറിറ്റി സ്ട്രീം ടെക് ഒക്കുപേഷൻ ഇൻവൈറ്റ് എന്നൊരു പ്രോഗ്രാം നടന്നിരുന്നു. അത് ടെക് ആണ്, അതായത് മുഴുവൻ ടെക്നോളജിസ്റ്റുകളാണ്, അത് IT കാരെയാണ്. അതിൽ വിളിച്ചിരിക്കുന്നത് ഏകദേശം 2018 കാൻഡിഡേറ്റ്സിനെ വിളിച്ചു. അതും മുമ്പേ പറഞ്ഞ പോലെ അവിടെ പഠിക്കുന്നവരുണ്ടാവും, ഇവിടെ ഉള്ളവരും ഉണ്ടാവും, അല്ലെങ്കിൽ കാനഡയ്ക്ക് പുറത്തുള്ളവരുണ്ടാവും. അതിനകത്ത് വരുന്നിരിക്കുന്നത് മിക്കവാറും സോഫ്റ്റ്വെയർ ഫീൽഡിലുള്ള ധാരാളം ആളുകളെ വിളിച്ചു. നമുക്കുണ്ട് ധാരാളം കാൻഡിഡേറ്റ്സിന് ഈ ഒരു പ്രോഗ്രാമിലൂടെ 8 തീയതി ഫെബ്രുവരിയിൽ ഈ പറയുന്ന നോമിനേഷൻ കിട്ടിയവരാണ്. അപ്പം ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ അടുത്തൊരു പ്രോവിൻസിന് നടക്കും, അടുത്ത ദിവസം അടുത്തൊരു പ്രോവിൻസ് നടക്കും. അപ്പം കാനഡയ്ക്ക് നേരിട്ട് PR കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാളുകൾ ഇതിനുവേണ്ടി തയ്യാറെടുത്ത് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പെർമനന്റ് റെസിഡൻസി കിട്ടുന്ന ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഫൈനാൻഷ്യൽ ബേസ്ഡ് ഇമിഗ്രേഷൻ അല്ല, നിങ്ങളെ നേരിട്ട് ഇൻവൈറ്റഡ് ഇമിഗ്രന്റ് ആയിട്ട് വിളിക്കും. പിന്നെ നിങ്ങളുടെ മുന്നിലുള്ളത് അവിടെ ഇപ്പോൾ ഒരു ജോലി കണ്ടെത്തുക എന്നുള്ളതാണ്. സ്ട്രഗിൾ ഞാൻ പറഞ്ഞു, സ്ട്രഗിൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യമേ പോയിട്ട് ഒരു സ്ട്രഗിൾ, അക്കോമഡേഷൻ മാത്രമല്ല, നമുക്കൊരു പുതിയ രാജ്യത്തോട് പോവാണ്. അപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ മിഡിൽ ഈസ്റ്റിൽ അത്യാവശ്യം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ദുബായിലാണ്. ദുബായ് ഒരു എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. മലയാളികൾ ഒരു നല്ല നാട് തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് പെട്ടെന്ന് ഒരാൾ കയറി പോകുമ്പോൾ ഒരു പുതിയ രാജ്യത്തെത്തി ഒന്നേന്ന് മുതൽ ആരംഭിക്കണം. അപ്പൊ അതിന് സ്ട്രഗിളൊക്കെ ഉണ്ട്. പക്ഷെ ആ സ്ട്രഗിൾ എടുത്താൽ അവർക്ക് കിട്ടുന്നത് ഈ പെർമനന്റ് റെസിഡൻസി ആൻഡ് സെറ്റിൽമെന്റ് ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഇപ്പം ഒരു 50 ഡോക്ടേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അവരെങ്ങനെയായിരിക്കും ഇതിലോട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആദ്യം ഇവർ ഈ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഠിനമാണ്. കഠിനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡോക്യുമെന്റേഷൻ കൃത്യമായിരിക്കണം. അതൊരു എക്സ്പീരിയൻസ്ഡ് ഹാൻഡിന് മാത്രമേ സക്സസ് ഉണ്ടാക്കാൻ പറ്റൂ. ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഞങ്ങൾ ഗവൺമെന്റ് ഓഫ് കാനഡ CICC അംഗീകരിച്ചിട്ടുള്ള ഒരു കൺസൾട്ടന്റിന്റെ ഭാഗമാണ് ആംസ്റ്റർ ഇമിഗ്രേഷൻ. അപ്പം ഞങ്ങൾക്ക് ഒരു ട്രെയിൻഡ് ടീമുണ്ട്. നമ്മുടെ കോട്ടയമാണ് നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ള അറൗണ്ട് ഒരു 50 above ഞങ്ങളുടെ മെമ്പേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവർ ഇമിഗ്രേഷൻ റിസർച്ച് ടീം എന്നാണ് നമ്മൾ പറയുക. അവരാണ് ഡോക്യുമെന്റേഷന് വേണ്ടി ഈ പ്രൊഫഷണൽസിനെ സഹായിക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അവർ കൊടുക്കുന്ന ഡോക്യുമെന്റ്സിനെ കൃത്യമായി അറേഞ്ച് ചെയ്ത് അവർക്ക് വേണ്ടി അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം കൊടുക്കണം. ഒരിക്കലും ഈ പറയുന്ന ഇപ്പം ഞാൻ പറഞ്ഞു 100+ നഴ്സ് ഈ ഹെൽത്ത് കെയർ നമ്മളെ ഇൻവിറ്റേഷൻ ചെയ്തു. ഇത് ഞങ്ങളുടെ ഒരു ഈ പറയുന്നത് 10% സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. 90% ആ പ്രൊഫൈലുകൾ കൊള്ളാവുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് സക്സസ് ആക്കാൻ പറ്റിയത്. ഇപ്പോൾ ഒരു ഡെന്റിസ്റ്റ് വന്നു, അവർക്ക് കാനഡയിൽ പോകാൻ താല്പര്യപ്പെട്ടു, അവരുടെ പ്രൊഫൈൽ എഡ്യൂക്കേഷൻ വൈസും എക്സ്പീരിയൻസ് വൈസും അവർ ഇംഗ്ലീഷിന് തയ്യാറെടുത്തത് കൊണ്ട് ആണ് ഞങ്ങൾക്ക് അവരെ സക്സസ് ആക്കാൻ പറ്റും. അതേപോലെയാണ് നേഴ്സസ്. അപ്പം ഞങ്ങളുടെ ടീം ചെയ്യുന്നത്, ഇപ്പം എന്താണ് CICC എന്ന് പറയുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് കനേഡിയൻ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. കോളേജ് ഓഫ് ഇമിഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ് കൺസൾട്ടൻസ് എന്നാണ് ഈ വെബ്സൈറ്റിന്റെ പേര്. ഇതുവഴി നമുക്ക് ഗവൺമെന്റ് ഓഫ് കാനഡയിൽ രജിസ്ട്രേഡ് ആയിട്ടുള്ള കൺസൾട്ടൻസിനെ കാണാൻ പറ്റും. AMSTER ആംസ്റ്റർ. ഞങ്ങളുടെ സ്റ്റാറ്റസ് ആക്റ്റീവ് ആണെന്ന് കാണാം.
അതേപോലെ ഞങ്ങളുടെ ലോയർ മിസ്റ്റർ റാം, അദ്ദേഹമാണ് ഞങ്ങളുടെ കറണ്ട് ലോയർ. ഞങ്ങളുടെ കോൺടാക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആംസ്റ്റർഡാമിന്റെ കനേഡിയൻ ഓഫീസ് കോൺടാക്റ്റും അവിടെ കാണാം. മിസിസാഗ, ഒന്റാരിയോ പ്രോവിൻസ്, കാനഡ, ആംസ്റ്റർഡാം ഇമിഗ്രേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. സോ ഇതാണ് ഞങ്ങളുടെ ഒരു സക്സസിന്റെ കാര്യം എന്ന് പറയുന്നത്. അത് ഞങ്ങൾക്ക് കൃത്യമായി അപ്ഡേറ്റ് തരാൻ ഒരു ഇമിഗ്രേഷൻ ടീം കാനഡയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടിനുണ്ട്. അതേപോലെ ഈ സക്സസ് ഉണ്ടാവുന്നത് എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ്. ഒരു വലിയ എക്സ്പീരിയൻസ് ടീം നമ്മുടെ കൂടെ ഉണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് ഈ ഡോക്യുമെന്റേഷന് വേണ്ടി മാത്രം. അവരത് എല്ലാ അപ്ഡേറ്റും ഇവർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന കാൻഡിഡേറ്റ്സിന് ബാക്ക് ടു ബാക്ക് ഈ പറയുന്ന സക്സസ് ഉണ്ടാവുന്നത്. അതേപോലെ ഒരു മാനേജ്മെന്റ് സപ്പോർട്ട് അത് കൃത്യമായിട്ട് വേണം. കാരണം നമുക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പം ഇത്രയും ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന് ഭാഗമായി മാനേജ്മെന്റ് പാർവതി ആപ്സ് എന്നാണ് നമ്മുടെ CEO. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട്, പാർവതി മായ ഷാജി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് വളരെ കൂടുതലാണ്. അപ്പം ഇതൊക്കെ ഒന്നിച്ച് ചേർന്ന് ഞങ്ങളുടെ എല്ലാ ടീമും, എല്ലാ ബ്രാഞ്ചുകളും, ഞങ്ങളുടെ കൗൺസിലേഴ്സ്, ഡോക്യുമെന്റേഷൻ ഇതെല്ലാം ചേർന്നപ്പോഴാണ് ഈ സക്സസ് ബാക്ക് ടു ബാക്ക് ഉണ്ടാകുന്നത്. അതിലേറ്റവും ഉപരി ഈ പറയുന്ന നല്ല കാൻഡിഡേറ്റ്സ്, കാനഡയിൽ പോകാൻ ആഗ്രഹിക്കുന്ന, ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്ന, ഒക്കെ ക്ഷമയോടുകൂടി പ്രോസസ്സിൽ പങ്കെടുക്കണം. കാരണം ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. മേ ബി 2 years, അല്ല 2.5 years, ചിലർ 1 year കൊണ്ടും ചിലർ 8 മാസം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം നിലവിൽ അത് കൂടിക്കൊണ്ടിരിക്കത്തുള്ളൂ. കാരണം റെസ്ട്രിക്ഷൻസ് വരുമ്പോൾ കൂടുതലായിട്ട് ഈ പറയുന്ന ഡ്യൂറേഷൻ കൂടും. അപ്പം എന്ത് പറഞ്ഞാലും ഇത്രയും പേര് ചേർന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഈ പറയുന്ന സക്സസ് ഉണ്ടായത്. നമ്മളൊരു കഴിഞ്ഞ ഒരു അപ്ഡേറ്റ് പ്രകാരം ലെറ്റ് മീ ഷോ യു എ ബുക്ക്. സോ ഈഷ, ഇത് ഞങ്ങളുടെ 2023-2024 സക്സസ് ഇയർ ബുക്കാണ്. സോ ഈ ഫാമിലീസ് ഒക്കെ അവർ കാനഡയിലേക്ക് പല പ്രോഗ്രാമിലൂടെ പോയതിൽ സ്റ്റുഡൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇതിലുള്ളത് പെർമനന്റ് റെസിഡൻസിയോടുകൂടി സക്സസ് ആയവരാണ്. അപ്പൊ അവര് പെർമനന്റ് റെസിഡൻസിയോടുകൂടി കാനഡയിലേക്ക് മൂവ് ചെയ്യാണ്. സോ വി ക്യാൻ അറൌണ്ട് ഒരു 1000-ഓളം ഫാമിലീസ് ഉണ്ട്. 1000-ഓളം ഫാമിലീസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഗ്രൂപ്പാണ്. അപ്പം ഇതാണ് ഞങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് കാനഡ പെർമനന്റ് റെസിഡൻസിക്ക് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ സക്സസ് ഉണ്ടാവുന്നത്. സോ ഇതാണ് നമ്മുടെ സക്സസിന്റെ കാര്യം, ഇതാണ് നമ്മുടെ പ്രോസസ്, ഇതാണ് നമ്മുടെ ടീം. അപ്പോൾ സാർ തന്നെ പറഞ്ഞു, ആയിരക്കണക്കിന് പേരാണ് ഇപ്പോൾ PR എടുത്ത് കാനഡയിൽ പോയിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഇങ്ങനെ PR എടുത്ത് പോകുമ്പോൾ? യെസ്, PR-ഉം ഒരു മിഡിൽ ഈസ്റ്റിലെ വർക്ക് പെർമിറ്റും ഒക്കെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടായിട്ടും നമുക്ക് പറയാം. ഇപ്പം വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് ഒരു ലൈഫ്, ഒരു ജോബ് ഓറിയന്റഡ് ലൈഫാണ്. ജോലി ചെയ്യുക, ഒരു കമ്പനി നമ്മളെ സ്പോൺസർ ചെയ്യുന്നു, അതിൽ നിന്ന് നിൽക്കുക എന്നുള്ളതാണ്. PR എന്ന് പറയുന്നത്, PR സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ അത് ലൈഫ് ഓറിയന്റഡ് ആണ്. അവേഴ്സിലാണ് ജോലി ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം. ഇപ്പൊ എൻ്റെ കുറെ കാൻഡിഡേറ്റ്സ് അവിടെ പോയിട്ട് ട്രക്ക് ഡ്രൈവറായിട്ട് മാറിയിട്ടുണ്ട്. അവർ ബൈ പ്രൊഫഷൻ IT-കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരവിടെ പോയിട്ട് അവർക്ക് ട്രക്ക് ഓടിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അവർ US-ലോട്ട് പോകുന്നു. അവർക്ക് നല്ല ബന്ധമാണ് അവരോടൊക്കെ, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് പോയവരാണ്. അപ്പോൾ അവർ അവിടെ എത്തിയിട്ട് അവർ ആ ഫീൽഡ് മാറിയിട്ട് ബെനിഫിറ്റ്സ് ഉണ്ട്, ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സും ഉണ്ട്, ലൈഫ് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞ് അവർ ആ പ്രൊഫഷൻ ഉപേക്ഷിച്ച് ട്രക്ക് ഓടിക്കുന്നവരുണ്ട്, ചിലർ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ചിലർ അതേ മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരുടെ ലൈഫ് ടേൺ ചെയ്യാണ് അവിടെ ചെന്നിട്ട്. അതിന് ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടും ഉണ്ട്. ഒന്ന് ഫാമിലി സെക്യൂർ, ഒരു വിദേശത്തോട്ട് കുടിയേറുന്നവർ ഫാമിലിയായി പോവാൻ PR സപ്പോർട്ടിങ്. കുട്ടികളെ അവർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, അതും അവർ സപ്പോർട്ടീവ് ആണ്. മെഡിക്കൽ, ഒരു രാജ്യത്ത് ആ രാജ്യത്തിന് നിയമം അനുസരിച്ചുള്ള മെഡിക്കൽ കവറേജ് ഇവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട്, ഇൻഷുറൻസ് കവേർഡ് ആണ്. ഇപ്പൊ പെട്ടെന്ന് ഒരു ലേ ഓഫ് ഉണ്ടായി, ഒരു ജോലി നഷ്ടപ്പെട്ടാൽ ഗവൺമെന്റ് അവരെ സപ്പോർട്ട് ചെയ്യും, പുതിയ ജോലി സെർച്ച് ചെയ്യുന്നിടം വരെ. പിന്നെ മലയാളി കമ്മ്യൂണിറ്റികൾ ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെ മലയാളികളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പരസ്പരം സഹായിച്ച് പുതിയ ജോലികൾ കണ്ടെത്താം, അവരോട് എൻജോയ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. അപ്പം PR ആയി പോയിട്ടുള്ള നമ്മുടെ ഒരു ക്ലയന്റും നമ്മളെ വിളിച്ചിട്ട് സാർ നിങ്ങൾക്ക് PR തന്നത് മോശമായി പോയി എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. ഇനി എനിക്ക് കാരണം ഇതിന് പറയാനുള്ള പ്രധാന കാരണം, ഞാൻ PR കൺസൾട്ടന്റ് എന്ന നിലയിൽ വിജയിച്ചു അല്ലെങ്കിൽ സന്തോഷത്തോടെ പറയാനുള്ള കാരണം, നമ്മൾ സ്റ്റഡി വിസയിൽ കേരളത്തിൽ നിന്ന് 25 ലക്ഷം മുടക്കി പോയവരെക്കാൾ ഇവിടെ നിന്ന് PR എടുത്ത് പോകുന്നവരെയാണ് എനിക്ക് സന്തോഷം. എക്സ്പെൻസ് കുറച്ച് കുറയും. അവരെ വെൽക്കം ചെയ്യുന്നത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള, ഇൻവൈറ്റഡ് ഇമിഗ്രന്റ് ആയിട്ടാണ്. അതാണ് PR-ലോട് കൂടി പോയുള്ള ബെനിഫിറ്റ്. എന്തായാലും ജോലി സാധ്യതയുള്ള രാജ്യം തന്നെയാണ്, അത് ആണ് PR-ന്റെ ഒരു ബെനിഫിറ്റ്. അപ്പം സ്റ്റുഡൻസ് ഇത്ര ഒരു എമൗണ്ട് ആവുന്നു സാർ പറഞ്ഞു. PR-ന് അപ്പോൾ എങ്ങനെയാണ് പെർ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഫാമിലി പോകുമ്പോൾ ഒരു കാൽക്കുലേഷനെ പറയാൻ പറ്റും. കാര്യം ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് ആയ ആൾക്ക് ചിലവായ കാര്യം പറയാം. ഇത് ചിലപ്പോൾ 6 മാസം കഴിയുമ്പോൾ മാറാം. അപ്പം ഒരു എക്സ്പെൻസ് പറഞ്ഞാൽ പെർമനന്റ് റെസിഡൻസിയുടെ ഫീസ് ഒരു ഫാമിലി ഉണ്ടെങ്കിൽ ഒരു പെർ പേഴ്സണ് $1000+ കനേഡിയൻ ഡോളർ ആവശ്യമാണ്.
അതേപോലെ അവർ IELTS എക്സാമിന് പ്രിപ്പറേഷൻ ആവശ്യമാണ്. നമ്മളിപ്പോൾ IELTSനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഏതൊക്കെ എക്സാംസ് ആണ് നമ്മൾ അവിടെ പോകാൻ വേണ്ടി? IELTS PR വേണ്ടി സ്റ്റഡി വിസയ്ക്ക് പോകുന്നവർക്ക് അക്കാഡമിക് IELTS ആണ് വേണ്ടത്. അതിന്റെ റിക്വയർ ബാൻഡ് സ്കോർ എടുക്കുക. ഈ PR ആയി മൂവ് ചെയ്യുന്നവർ ജനറൽ IELTS ആണ് സ്കോർ ചെയ്യുന്നത്. IELTS മാത്രമല്ല PT എക്സാമും അവിടെ അക്സെപ്റ്റഡ് ആണ്. കൂടുതൽ ആളുകൾ IELTS നോക്കുന്നു. ഓൺലൈൻ IELTS മീൻസ് ഈ കമ്പ്യൂട്ടർ നോളജ് ഉള്ള ആളുകൾക്ക് PT എക്സാം റീസെന്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ടാണ്. PT എക്സാമും അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം അതിന്റെ സ്കോർ വേണ്ടത് കാറ്റഗറി ബേസ്ഡ് ആണ്. ചിലർക്ക് കൂടുതൽ വേണം, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. ചിലർക്ക് 8777 വേണം. അതിന് കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് 9 എന്ന് നമ്മൾ പറയും. ചിലർക്ക് കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് 8 മതി. ചിലർക്ക് കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് 7 മതി. അത് ഞാൻ പറഞ്ഞു തരുന്നത് ചിലർക്ക് ഓവറോൾ 6.5 മതി, ചിലർക്ക് ഓവറോൾ 7.5 വേണം, ചിലർക്ക് ഈ പറഞ്ഞ 8777 എന്ന സ്കോർ വേണം. ബേസ്ഡ് ഓൺ ദ കാറ്റഗറി. നമ്മളിത് എങ്ങനെ കണ്ടെത്തുന്നത് ചോദിച്ചാൽ കഴിഞ്ഞ 5 വർഷം ഈ നമ്മുടെ ഒരു പ്രൊഫൈൽ വരികയാണ്. എക്സാമ്പിൾ X എന്ന പ്രൊഫൈൽ വരുന്നു. ഈ പ്രൊഫൈൽ ഇത് കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഏത് കാറ്റഗറിയിലാണ് കൂടുതൽ വിളിക്കുന്നത്, ആ കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ള സ്കോർ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇപ്പോൾ 6.5 വേണ്ടവരോട് നമ്മൾ അതേ പറയുകയാണ്, നിങ്ങളുടെ പ്രൊഫൈൽ 6.5 വിളിച്ചിട്ടുണ്ട്. ചിലർക്ക് 7 എബോവ് വേണം, അവരോട് പറയും നിങ്ങളുടെ പ്രൊഫൈൽ 7 എടുക്കാൻ ശ്രമിക്കണം. ഈ 8 വേണ്ടവർക്ക് 8 വേണമെന്നും പറയും. ഈ 777-8 ഇതാണ് നമ്മൾ IELTSനെ പറ്റി പറയാനുള്ളത്. ഈ IELTS അല്ലാതെ വേറെ എന്തൊക്കെ എക്സാം നമ്മൾ ജനറലി ഇപ്പൊ ഇന്ത്യയിൽ, ഇപ്പൊ ഞാൻ ഇന്ത്യയിലുള്ളതുകൊണ്ട് പറയാം, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് അറ്റൻഡ് ചെയ്യുന്ന എക്സാംസ് ഉണ്ട്, അല്ലാതെ അവിടെ ചെന്ന് എന്തെങ്കിലും? അല്ല, അത് ഈ നഴ്സിംഗ്, ഈ മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാവർക്കും ലൈസൻസുകളുണ്ട്. അത് കാനഡയിലേക്ക് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഏത് കൺട്രിയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എല്ലാവർക്കും രജിസ്ട്രേഷൻസ് ഉണ്ട്. ലൈസൻസ് മാൻഡേറ്ററി ആണ്. മിക്കവാറും എല്ലാ മേഖലയിലും അതുണ്ട്. പക്ഷെ അത് അവിടെ ചെന്നിട്ട് എടുത്താൽ മതി. ഇവിടെ നിന്ന് പ്ലാൻ ചെയ്ത് പോകുന്നവരുണ്ട്. നഴ്സസ് സ്കൂളിൽ RN ഒക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകുന്നത്, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പഠിച്ച ഒരാളാണ്, അപ്പം ഏത് തരത്തിലുള്ള അറ്റസ്റ്റേഷൻ ആയിരിക്കും അവർക്ക് വേണ്ടത്? ഇന്ത്യയിൽ പഠിച്ചിട്ട് പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യേണ്ട പ്രോസസ്സിന്റെ പേര് ECA എന്നാണ്, എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ അസസ്മെന്റ്. അതിന് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് WES എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ്. അത് ചെയ്യാം. അല്ലെങ്കിൽ അതിന് IQAS എന്ന് പറഞ്ഞ വേറെ പ്രൊസീജിയേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു അറ്റസ്റ്റേഷൻ ബോഡിയാണ് ഇവർക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നത്. സോ അതും എപ്പോഴും ഒരു ബെസ്റ്റ് കൺസൾട്ടന്റുമായിട്ട് റെഫർ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. ചിലർക്ക് WES പറ്റില്ല, ചിലർക്ക് വേറൊരു ബോഡി ആയിരിക്കും പറ്റുക. അതൊരു എക്സ്പീരിയൻസിന്റെ ബേസിലേ പറയാൻ പറ്റും. ഇപ്പം ജനറൽ നേഴ്സസ് അത് WES സാധിക്കില്ല, അപ്പോൾ അവർക്ക് വേറെ അറ്റസ്റ്റേഷൻ ആവശ്യമാണ്. അപ്പോൾ എപ്പോഴും ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റുമായിട്ട് റെക്കമെൻഡ് ചെയ്യുക മാത്രം നിങ്ങൾ ഈ പറയുന്ന ECA പ്രൊസീജിയർ ചെയ്യുക. ആംസ്റ്റർ വഴി അപ്പോൾ PR ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ആംസ്റ്റർ വഴി ഈ PR ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം ആക്ച്വലി നമ്മളിപ്പോൾ ഇരിക്കുന്ന തിരുവനന്തപുരം ഓഫീസിലാണ്. ഇവിടെ എക്സ്പേർട്സ് ആയിട്ടുള്ള പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ ഉദാഹരണം ഒരു ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു നേഴ്സ്, ഒരു IT പ്രൊഫഷണൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അവർക്ക് ഞാൻ ആദ്യത്തേക്ക് തന്നിരിക്കുന്ന ഈ ഒരു ബുക്ക് തരും. സോ ദിസ് ഈസ് മോട്ടിവേഷൻ ഫോർ ദം. എന്നിട്ട് അവർക്ക് അവരുടെ പ്രൊഫൈലിൽ പറ്റിയ ഒരാളെ സെലക്ട് ചെയ്യാം. ഓക്കെ, അതാണ് അതിനകത്ത് കാണുന്ന ഒരു എക്സാമ്പിൾ. നമുക്ക് റാൻഡമായിട്ട് നോക്കാം. ഇവിടെ ഫസ്റ്റ് നോക്കി റാൻഡം നോക്കുന്നു. ഇവിടെ പിന്നെ ഇദ്ദേഹത്തിന്റെ പേര് അനഘയുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൊഫൈലാണ്, ജനറൽ ഡെന്റിസ്റ്റ് ആണ്. എനിക്ക് അനഘയുടെ പ്രൊഫൈൽ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ പ്രൊഫൈൽ ഇവിടെ ഉണ്ടാവും. അപ്പം ഇദ്ദേഹം എന്താണ് PR കിട്ടാൻ വേണ്ടി ചെയ്തതെന്ന് ഞങ്ങളൊരു ഡെന്റിസ്റ്റിനോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനുള്ള ഒരു കൗൺസിലിംഗ് ആയിരിക്കും ഞങ്ങൾ കൊടുക്കുക. അപ്പോൾ അവർ കിട്ടുന്ന ഒരു ഗുണമെന്ന് പറയുന്നത്, എന്നെ പോലെ ഒരാൾ കാനഡയിൽ പോയ വഴി അതാണ്, നേരിട്ട് PR കിട്ടിയത്. അത് ആംസ്റ്റർ എന്തൊക്കെയാണ് ചെയ്തത്, അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇടും. അപ്പൊ ഏകദേശം ഒരു 1 hour 2 hour സ്പെൻഡ് ചെയ്ത് ഓഫീസിൽ നേരിട്ട് വരാം. ഇല്ലെങ്കിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മൾ ഏതെങ്കിലും കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇവിടുത്തെ മാനേജർ ഗീതു ഉണ്ട്, അദ്ദേഹം അവർക്ക് ഓൺലൈൻ അസൈൻമെന്റ്സ് കൊടുക്കും. ഓൺലൈനായിട്ടും ഗൂഗിൾ മീറ്റിലൂടെ ഇതേപോലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പറ്റില്ലെങ്കിൽ അവർ തുറന്ന് പറയും, നിങ്ങൾക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയും, നിങ്ങൾ ഇത് ഇറങ്ങിത്തിരിക്കണ്ട. അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് സ്ട്രഗിൾ എടുക്കാം, നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാം, എങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാം എങ്കിൽ അതും നമ്മൾ പറഞ്ഞു കൊടുക്കും. എങ്കിലും ട്രിവാൻഡ്രം ആംസ്റ്റർ എക്സ്പീരിയൻസ് ടീമാണ്, ധാരാളം ക്ലയൻസ് ആണ്. ഇന്നും നമുക്കൊരു ഈവന്റ്, എല്ലാ ദിവസവും ഒരു ഈവന്റ്സ് ഉണ്ട്. ഇന്ന് അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു ഒരു ഈവന്റ് ഇവിടെ. അതേപോലെ ഒരു എല്ലാ ദിവസവും ഇവിടെ കേക്ക് കട്ടിങ്സ് ഉണ്ട്. ഞങ്ങളുടെ ക്ലയൻസ് ഇങ്ങനെ ഡെയിലി വന്നുകൊണ്ടിരിക്കും, പല ഫീൽഡിലുള്ള ആളുകൾ, അവർക്ക് പോകാൻ നിൽക്കുന്നവരാണ്. സോ അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത്. ചിലർക്ക് സ്റ്റുഡൻസ് വിസ അല്ലെങ്കിൽ PR ഒക്കെ അത്രയും ബുദ്ധിമുട്ടി ചെയ്യാൻ താല്പര്യമില്ലാത്തവരുണ്ടായിരിക്കും. അവർ ഈസി വേയിൽ വർക്ക് വിസ കിട്ടാനും ഈ IELTS ഒന്നും ഇല്ലാതെ എങ്ങനെ പോകാൻ പറ്റും നോക്കുന്നവരുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സാർ പറയുന്നത്? ഓക്കെ, ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് വന്നിരിക്കുന്നതാണ് LMI,
ഇപ്പോഴെല്ലാം പണ്ടും ഉണ്ട്, പക്ഷേ ഇപ്പം ആളുകൾ കൂടുതലും അതിനെപ്പറ്റി നോക്കുന്നു. വിസിറ്റ് വിസയിൽ പോയി കാനഡയിൽ എത്തിയ ശേഷം LMI വാങ്ങിക്കാൻ നോക്കുന്നു. LMI എന്ന് പറയുന്നത് വർക്ക് പെർമിറ്റിന്റെ ടേമാണ്. ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റ് W1 വർക്ക് പെർമിറ്റ് എന്നാണ് അതിന് പറയുക. കൂടുതലും അങ്ങനെയുള്ള പെർമിറ്റുകളാണ് കിട്ടുക. ഇത് കാനഡയിലെ ചില എംപ്ലോയേഴ്സ് അവിടെ ഇത് വിൽക്കുന്നുണ്ട്. അത് അവിടെ ആളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് LMI വാങ്ങിക്കുന്നത്. എനിക്ക് പുറത്തുനിന്ന് ആളെ കൊണ്ടുവരണം എന്ന് ഗവൺമെന്റ് എടുക്കുന്ന ഒരു പെർമിഷനാണ് LMI എന്ന് പറയുന്നത്, വർക്ക് പെർമിറ്റ്. അപ്പൊ അത് പലരും തെറ്റിദ്ധരിച്ചിട്ട് നാട്ടിൽ ഇത് ഈസിയാണ്, ഈ ഫാം ജോലിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ജോലികൾക്ക് വേണ്ടി അവരുടെ ചെയ്യുന്നത്. ഒരിക്കലും ഇത് PR ഫ്രണ്ട്ലി അല്ല. ഇവർക്ക് PR കിട്ടില്ല. ഇവർ ഈ ലക്ഷക്കണക്കിന് രൂപയാണ് അതിനു വേണ്ടി ചിലവാക്കുന്നത്. 20-25 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് LMI പെർമിറ്റ്സ് പലരും വാങ്ങിക്കുന്നത്. അവർ പെട്ടുപോകുന്നത് ചിലപ്പോൾ ആ LMI ജെന്യൂൻ ആണെങ്കിൽ പോലും അവർ കാനഡയിൽ എത്തിയ ശേഷം ഇത് എക്സ്പയർ ആയി കഴിഞ്ഞാൽ വീണ്ടും വേറെ LMI വാങ്ങിക്കണം. ഇത് എത്ര വർഷം 2 വർഷമേ ഉള്ളൂ, മാക്സിമം 2 years ഇവിടെ കോൺട്രാക്ട് ഉള്ളൂ. അവർക്ക് PR ഫ്രണ്ട്ലി അല്ല പലതും. ഇപ്പം ട്രക്ക് ഡ്രൈവിംഗ് ഒക്കെ ചില പ്രോവിൻസുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കെയർ ഹോമിലേക്ക് പോകുന്ന LMI ഉള്ള ചില പ്രോവിൻസുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു 24 ലക്ഷം രൂപയൊക്കെ മുടക്കി ഇതിന് പോകേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പം അതിൽ സ്റ്റഡി പ്രോഗ്രാംസ് ഉണ്ട്. ക്വാളിറ്റി ഉള്ളവർക്ക് PR അപ്ലൈ ചെയ്ത് പോകാൻ സാധിക്കും. പിന്നെ വിസിറ്റ് വിസ കൺവേർഷൻ എന്ന് പറയുന്നത്, ഈ വിസിറ്റ് വിസ കിട്ടാൻ തന്നെ പാടാ. എല്ലാവർക്കും വിസിറ്റ് കിട്ടില്ല. ചില റിലേറ്റീവ്സ് ഉള്ളവർ, ചില യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഗവൺമെന്റ് നല്ല പ്രൊഫൈൽ ഉള്ളവർക്കൊക്കെ വിസിറ്റ് കിട്ടും. എന്നിരുന്നാൽ പോലും ഇതേ ഒരു എമൗണ്ട് അവിടെ പോയിട്ട് കൊടുക്കണം. പിന്നെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ വിസിറ്റ് നിന്നതുകൊണ്ട് ഡയറക്റ്റ് അവിടെ നിന്ന് ഇത് ചേഞ്ച് ചെയ്യാം. വിസിറ്റ് വിസ എന്ന് വർക്ക് പെർമിറ്റിലോട്ട് ചേഞ്ച് ചെയ്യാം. ആ ചേഞ്ചസ് ആക്ച്വലി ഈ 2025 വരെ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പൊ അത് അവിടെ, എന്നാൽ ഈ ക്യാഷ് അവിടെ കൊടുക്കേണ്ടി വരും. ഏകദേശം എത്ര രൂപ? $20,000 മുതൽ $60,000 വരെ ചാർജ് ചെയ്യുന്ന എംപ്ലോയേഴ്സ് കാനഡയിലുണ്ട്. അപ്പോൾ അവർ ഓരോരുത്തർ വിവേചനമാണ്. ഞാൻ ഒരിക്കലും അതിനെ റെക്കമെൻഡ് ചെയ്യില്ല എല്ലാവർക്കും. ചില കാറ്റഗറി കിട്ടിയാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും. പക്ഷെ ഫാം ജോലി, എന്തെങ്കിലും ഒരു ജോലി, പിന്നെ സൂപ്പർ മാർക്കറ്റിലെ ജോലി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നാ മതി എന്ന് പോകുന്ന ആളുകളോട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അതൊക്കെ ഇത്രയും കാശ് കൊടുത്തത് വാങ്ങിച്ചിട്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഇതൊന്നും PR-ലോട്ട് നിലവിലെ നിയമപ്രകാരം PR-ലോട്ട് ലീഡ് ചെയ്യുന്ന പരിപാടികളല്ല. വളരെ കുറച്ച് LMI മാത്രമേ PR കിട്ടുള്ളൂ. ഒരു കാൻഡിഡേറ്റ് PR-ന് വന്നു, ഇവിടുത്തെ ബാക്കി കാര്യങ്ങളെല്ലാം പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു, പക്ഷെ പിന്നെ എന്തോ ഒരു സിറ്റുവേഷനിൽ വേണ്ടാന്ന് വെക്കാണ്. അപ്പൊ എങ്ങനെയാണ് ആംസ്റ്ററിന്റെ ക്യാൻസലേഷൻ പോളിസി എല്ലാം വരുന്നത്? ആംസ്റ്റർ ആക്ച്വലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ GST പേ ചെയ്യുന്ന ഒരു കൺസൾട്ടന്റ് സർവീസ് കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ഏത് ബില്ലിനും എഗനസ്റ്റ് ഒരു 18% GST പേ ചെയ്യണം ഗവൺമെന്റിന്. അതേപോലെ ഞങ്ങൾ CICC പിന്നെ നമുക്കൊരു കൺസൾട്ടന്റ് കാനഡയിലുണ്ട്. അതിന്റെ ഒരു ഫീസ് കൂടെ ചേർത്താലാണ് നമ്മൾ ഇത് വാങ്ങിക്കുക. ഫീസിന്റെ കാര്യമാണ് തുടക്കത്തിൽ തന്നെയാണ്. അത് നമ്മൾ 2 പാർട്ടായിട്ടാണ്. The first part and second part. First part for the initial services and second part after success. Okay. സോ അത് നമ്മൾ വാങ്ങിക്കുന്നത് തന്നെ നമുക്ക് ഇനിഷ്യൽ എക്സ്പെൻസ് ഉണ്ട്, നമുക്ക് ഇത് കവർ ചെയ്യണം. ഇത് കാനഡയിൽ ഇരിക്കുന്ന ഒരു കൺസൾട്ടന്റ് ഒരിക്കലും ഫ്രീ സർവീസ് കൊടുക്കില്ല. നമ്മുടെ ഒരു ജോലി ചെയ്യുന്ന ഒരാളും ഇദ്ദേഹത്തിന് ഫ്രീ സർവീസ് കൊടുക്കില്ല. അപ്പം ഏത് ബിസിനസ് സ്ഥാപനം എന്ന നിലയിൽ നമുക്ക് ഫീസ് ഉണ്ട്. അതും ന്യായമായ ഫീസാണ്, സർക്കാരിന്റെ GST അടച്ചിട്ടുള്ളൊരു ഫീസാണ്. അപ്പം നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് ക്ലയന്റ് നമ്മൾ പറഞ്ഞിട്ടാണ്, അത് ആക്ച്വലി അവരോട് പറഞ്ഞ് എഗ്രിമെന്റ് അവിടെ ചെയ്യും. അപ്പം ഈ പറയുന്ന പോളിസിക്ക് ഈ പറയുന്ന നമ്മുടെ ഒരു സർവീസ് കൊള്ളില്ല, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഈ പറയുന്ന കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നില്ല, അവർക്ക് ഇമെയിൽ അയച്ചാൽ പോലും മറുപടി കൊടുക്കുന്നില്ല, വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, ഇതാണ് സർവീസ് ഈ കംപ്ലൈന്റുകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓഫീസിൽ ചെന്നാൽ അപ്പോയിന്റ്മെന്റ് തരുന്നില്ല. അപ്പം ഗവൺമെന്റിന്റെ ഡിലേ ഞങ്ങളുടെ ഡിലേ അല്ല, നമ്മളായിട്ടുണ്ടാക്കുന്ന എന്ത് ഡിലേയും അവർ വിത്ത് പ്രൂഫ് ആംസ്റ്ററിന്റെ ഏത് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് കംപ്ലൈന്റ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ കൃത്യമായ ലീഗൽ ആക്ഷൻ എടുത്ത് നമുക്ക് പോളിസി ഉണ്ട്. അത് ഇത്ര ദിവസത്തിനകം 30 days മാക്സിമം ആണ്. അതായത് പറഞ്ഞ GST ഇതൊന്നും കവറപ്പ് ചെയ്യില്ല. പക്ഷെ അവർ പറയണം, ഒരു ദിവസം രാവിലെ ഞാൻ ഇനി പോകുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ മിസ്റ്റേക്കല്ല. ഗവൺമെന്റ് ഡിലേ ഒഴിച്ച് നമ്മളായിട്ട് എന്ത് പ്രോബ്ലം അവർക്ക് ക്രിയേറ്റ് ചെയ്യണം. ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ്. അത് ഞങ്ങൾ കഴിഞ്ഞ വർഷം തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പം ഒരു ക്ലയന്റ് എന്ന നിലയിൽ അവർക്ക് മാക്സിമം സപ്പോർട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിനാണ് ഇത്രയും നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇത്രത്തോളം പ്രൊഫഷണൽ ആളുകളെ നമ്മുടെ ഓഫീസിൽ ഉള്ളത് ഇതുകൊണ്ട് സർവീസ് കിട്ടാൻ വേണ്ടി തന്നെയാണ്. അപ്പം മാക്സിമം നമ്മൾ അവർക്ക് സർവീസ് കൊടുക്കും. എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടായാൽ റെക്ടിഫൈ 100% ആംസ്റ്റർ മാനേജ്മെന്റ് തയ്യാറാണ്. കനേഡിയൻ എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകൾക്കും ട്രിവാൻഡ്രം ആംസ്റ്റർ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് കരുതുന്നു. നന്ദി. നമ്മുടെ ആംസ്റ്ററിലൂടെ കനേഡിയൻ PR കിട്ടി ഉടനെ ഫ്ലൈ ചെയ്യാൻ പോകുന്ന 2 പേരും നമുക്ക് പരിചയപ്പെടാം. അരവിന്ദ് ആൻഡ് മാത്യു 2 പേരും ഫാർമസിസ്റ്റ് ആണ്. സോ അവരുടെ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം.
ഇന്ന് ആംസ്റ്റർ ഇമിഗ്രേഷൻ ഓവർസീസിൻ്റെ ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ നമുക്ക് എത്തിക്കുന്ന നമ്മുടെ 2 സ്പെഷ്യൽ ക്ലയൻസ് ആണ് മിസ്റ്റർ അരവിന്ദ് ആൻഡ് മിസ്റ്റർ മാത്യു. അവർക്ക് ഇന്ന് നമ്മുടെ ആംസ്റ്റർ ഇമിഗ്രേഷൻ ത്രൂ പെർമനൻറ്റ് റെസിഡൻസിയുടെ ഒരു സ്വപ്നം സാഫല്യമാകാനുള്ള ഒരു ലാസ്റ്റ് സ്റ്റേജിൽ അവരുടെ വർക്കൗട്ട്സ് നടക്കുകയാണ്. രണ്ടുപേരും ഫാർമസിസ്റ്റ് ആണ്. റീസെൻ്റായി വന്ന ഹെൽത്ത് കെയർ ഒക്കുപേഷൻ ഡ്രോ ത്രൂ അവർക്ക് ഒൻറ്റാരിയോ പ്രൊവിൻസ് നോമിനേഷനും ഡയറക്റ്റ് ഡ്രോയും കിട്ടിയ 2 ക്ലയൻസ് ആണ്. സോ അവരുടെ ഈ ഒരു യാത്രയിൽ സന്തോഷം പങ്കുവയ്ക്കാനും ഒത്തുചേരാനും വേണ്ടിയിട്ടുള്ളൊരു നിമിഷമാണിത്. അതിന് വേണ്ടിയിട്ട് അവർക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. ആൻഡ് ഒരു ഞങ്ങളുടെ ആംസ്റ്ററിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു അപ്രിസിയേഷൻ. സോ വിൽ ജസ്റ്റ് ഗോ ഇൻ ടു ദാറ്റ്. സന്തോഷമുള്ളൊരു ദിവസം. ഇന്ന് തിരുവനന്തപുരത്ത് വരാനും മിസ്റ്റർ അരവിന്ദിനെയും മാത്യുവിനെയും കാണാനും സാധിച്ചു. അവർ ആംസ്റ്റർ ഇമിഗ്രേഷനിലൂടെ കനേഡിയൻ പെർമനന്റ് റെസിഡൻസിയുടെ ഒരു ഫൈനൽ സ്റ്റേജിലാണ്. ഒരു COPR IT രണ്ടും കഴിഞ്ഞ് ഒരു ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ അവരിനിയും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ അവരുടെ പോസ്റ്റ് ലാൻഡിങ്, ഇനി അവരുടെ ലൈസൻസിങ് ഉണ്ട്, ഫാർമസിസ്റ്റിൻ്റെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആംസ്റ്റർ അവരോടൊപ്പം ഉണ്ടാവും. അവർ എത്തിക്കഴിഞ്ഞാലും ഞങ്ങളുടെ സർവീസ് അവരോടൊപ്പം ഉണ്ടാവും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്പെഷ്യലാണ് ഇവർ രണ്ടുപേരും. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഓഫീസിൽ വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഒന്നുകൂടി ഒരു ബിയോണ്ട് ഗുഡ്സിൻ്റെ ഒരു പ്രോഗ്രാം വന്നപ്പോൾ ഞങ്ങൾ അവരെ ഒന്ന് ക്ഷണിച്ചിരിക്കുന്നു. അപ്പം രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും.